ചട്ടലംഘനം ഒഴിവാക്കാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ വിളിച്ച സ്പെഷ്യൽ സെനറ്റ് യോഗത്തിനിടെ പ്രതിഷേധം. ഇടതംഗങ്ങളാണ് വിസയ്ക്കെതിരെ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിനിടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് യോഗം പിരിഞ്ഞു. യോഗം തുടങ്ങും മുമ്പ് അലങ്കോലപ്പെടുത്താൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമിച്ചുവെന്ന് BJP സെനറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാർ ആരോപിച്ചു. ഒരു അക്കാദമിക തലത്തിൽ കാര്യങ്ങൾ നടക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ച് പ്രത്യേകിച്ചും ഇതുപോലെ ഭൂഷണമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും വൈസ് ചാൻസലറെതിരെ പോലും അസഭ്യം ചൊരിയുകയും ചെയ്യുകയാണ്. ഇത് അവസാനം ബഹളമെല്ലാം കൂട്ടിയതിന് ശേഷം ഞങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ഒരു സിംഗിൾ അജണ്ട ഐറ്റം അവിടെ വായിച്ച് അത് പാസ്സാക്കുകയായിരുന്നു ചെയ്തത്. റിനു, അക്കാദമികം എന്ന വാക്ക് പോലും പറയുന്നത് തമാശയാണ്. അക്കാദമികം ഒന്നുമല്ല, നടക്കുന്നത് ഒന്നാം തരം ചേരിപ്പോരാണ്, അധികാരപ്പോരാണ്, ചക്കളത്തിപ്പോരാണ്. റിനു, തീർച്ചയായും ഹാഷ്മി, മാസങ്ങളായി കേരള സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള ഒരു പോര് മുറുകുന്നു. ഗവർണറും സംസ്ഥാന സർക്കാരും അടക്കം ഇതിൽ രജിസ്ട്രാറിന്റെ ജോലി അടക്കം പോയിരിക്കുന്ന ഒരു സാഹചര്യം, സസ്പെൻഷനിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നിലവിലുണ്ട്. 4 മാസത്തിനുള്ളിൽ സെനറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നുള്ളതാണ്. നവംബർ 1 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെനറ്റ് യോഗം വിളിക്കുകയും ചെയ്തു. പക്ഷേ അത് ചട്ടലംഘനമായതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം ഇന്ന് VC വിളിച്ചു ചേർക്കുകയായിരുന്നു. മോഹൻ കുന്നുമ്മലിന്റെ നേതൃത്വത്തിൽ ആ യോഗം ആരംഭിക്കുകയും ചെയ്തു. ആരംഭിച്ചപ്പോൾ തന്നെ ഇടത് സെനറ്റ് അംഗങ്ങൾ ബാനർ ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ഒരു അജണ്ട മാത്രമാണ് നിലവിലുണ്ടായിരുന്നത്. അതായത് ആഫ്രിക്കയിൽ നിന്ന് വന്ന പരീക്ഷ എഴുതി പഠിച്ച് അവർക്ക് തിരിച്ചു പോകാനുള്ള വിസ കാലാവധി പോലും ഇന്ന് അവസാനിക്കുകയാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങ് മാത്രമായിരുന്നു ഇന്നത്തെ അജണ്ട. പക്ഷേ ആ അജണ്ട പൂർത്തിയാക്കി പാസാക്കിയെങ്കിൽ പോലും അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനുവദിച്ചില്ല എന്നുള്ളതാണ് BJP സെനറ്റ് അംഗങ്ങൾ പുറത്തു വന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം സെനറ്റ് അംഗങ്ങളുടെ പ്രതികരണം തേടാൻ ശ്രമിച്ചെങ്കിൽ അവർ പ്രതികരിക്കുവാൻ വേണ്ടി തയ്യാറായില്ല. അവർ പറയുന്നത് സിൻഡിക്കേറ്റ് യോഗവും അതുപോലെ തന്നെ അക്കാദമിക് കൌൺസിൽ യോഗവും അടിയന്തരമായി തന്നെ വിളിച്ചു ചേർക്കണമെന്നുള്ളതാണ്. ഇല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യവും അവർ അറിയിക്കുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.